ലൈഫും റിയൽ ലൈഫും വെച്ചൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ്. അതെ, അല്ലെങ്കിലും കമ്പയർ ചെയ്തൊന്നും കിട്ടാനുമില്ല. ചില പൈപ്പുകളും കാര്യങ്ങളും കയറ്റി വെക്കട്ടോ. കാരണം നമ്മൾ അടിച്ചു കഴുകാൻ നേരത്തെ ഒരു രീതിയിലുള്ള പണിയും കാര്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടി അല്ലേ? ഒരു രീതിയിലുള്ള പണിയും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ. അപ്പം നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഈ കാണുന്നുണ്ടോ ഇതിന്റെ സ്റ്റാർട്ടിങ് കീ അല്ലേ അഖിലേ? ഇതിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതൊന്നും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടർ അങ്ങനെ പോവില്ല, ഈ സാധനം പോവില്ല. സ്റ്റാർട്ടർ അടിയിലല്ലേ ഇരിക്കുന്നത്. ഇത് അവിടുന്ന് പോകുന്ന കേബിള് മാത്രമല്ല, വലിയ പ്രശ്നം ഇല്ല. അതിൻ്റെ അകത്ത് പോകത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും വേസ്റ്റുകൾ ഫുള്ളുണ്ട്, എലി വേസ്റ്റും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ക്ലൈമറ്റിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് രോഗങ്ങൾ പിടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. കാരണം കൂടിയ സമയത്ത് അണുക്കൾ കൂടും. നോക്കി ഇത് എവിടെയെങ്കിലും കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. ആണോ ഗൈസ് നോക്കൂ. ഇപ്പൊ ഈ പേപ്പർ പോയല്ലേ. അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതും പോയി അല്ലേ? എന്റെ ലാസ്റ്റ് പ്രതീക്ഷയായിരുന്നു ടിവിയിലും കിട്ടുമെന്ന്. അതും പോയി. എന്താന്ന് വെച്ചാല് ഇതിന്റെ ഐഡിയ എങ്ങാണ്ട് എലി കടിച്ചിട്ടുണ്ട്. ഗൈസ് നോക്കൂ, ഇന്നലെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഗൈസ് നോക്കൂ, അതിനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ വയറിംഗ് കിറ്റിന് ഈ കാണുന്ന ലോകം മൊത്തം അന്വേഷിച്ച് നടന്നു. ലാസ്റ്റ് കാറിക്കൊണ്ട് വരേണ്ട അവസ്ഥയിൽ സാധനം മാത്രം കിട്ടിയില്ല. ഗൈസ് നോക്കൂ, ഞങ്ങൾ അതായത് ഈ പിന്നെ നമ്മുടെ ഫോഴ്സിന്റെ വണ്ടിയുടെ മെയിൻ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ചേട്ടനുണ്ട് തൃശ്ശൂർ. പുള്ളിയുടെ പേരുന്ന നാരായണൻകുട്ടി ചേട്ടൻ അല്ലേ? ഗൈസ് നോക്ക്, നാരായണൻകുട്ടി ചേട്ടൻ എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് നമുക്ക് ഒരു വയറിംഗ് കിറ്റ് അയച്ചു തന്നായിരുന്നല്ലോ. അത് നമ്മളന്ന് പറഞ്ഞത് റൗണ്ട് പിന്നെ മീറ്ററുള്ള വണ്ടിയുടെ സാധനം. അത് നമ്മുടെ വണ്ടിയുടെ അല്ല, നമ്മുടെ ഫിക്സഡ് ക്ലാസ് 9 സീറ്റിന്റെ വയറിംഗ് കിറ്റ് ഇടാൻ ഭയങ്കര പാടാണ്. വേറൊരു കാര്യമുണ്ട്, ഞാൻ ഓർത്ത് എല്ലാ വണ്ടിയുടെ നമ്മൾ സൂട്ട് ആവുന്ന 14 സീറ്റിന്റെ വേറെയാണ്, 18 സീറ്റിന്റെ വേറെയാണ്. ഓരോന്നിന്റെ ഓരോന്നാട്ടോ നീട്ടം കൂട്ടി നിൽക്കും അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരവൺ ആണല്ലോ. അപ്പൊ ക്യാരവൺ ആകുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ അതിന് ടിവിയുടെ വരെ കേബിൾ അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് കമ്പനിയുടെ. അപ്പൊ നമ്മൾ അതുകൊണ്ട് വെച്ച് നോക്കിയപ്പോ ആനയാണ് തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് കേബിളുകൾ ഇല്ലാതെ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാതെ വന്നു. അവരോട് പറ്റുമെന്ന് പറഞ്ഞു നമ്മളെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്നെ അവര് പറയുന്നത് കറന്റ്ലി ഇപ്പൊ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഓൾറെഡി ഓർഡർ നമ്മള് കമ്പനിയിൽ നമ്മള് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കിട്ടാനായിട്ട് മിനിമം അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് മിനിമം 10 ദിവസം പിടിക്കും. ഇപ്പൊ സ്റ്റോക്ക് ഇല്ല എങ്കിൽ നമുക്ക് പിന്നെ 15 ദിവസം പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അത് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കിട്ടിയാലാണ് നമുക്ക് വർക്കിന് മുന്നോട്ട് പോകാം. നോക്കൂ, അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ ആകെ പെട്ട് നിൽക്കുകയാണ്. ഒന്നത്തെ കാര്യം ഇന്നലെ ആകെ ടെൻഷനായിരുന്നു. കാരണം വണ്ടിയുടെ വയറിംഗ് കിറ്റും കാര്യങ്ങളും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. ഇപ്പം പറയുന്നത് 10-15 ദിവസത്തിനുള്ളിൽ നമ്മുടെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളെന്നാണ്. അതായത് ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് ഇപ്പുറം തന്നെ കോടതിയിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഹാജരാക്കണം. അങ്ങനെയെങ്കിൽ വയറിംഗ് കിറ്റ് 10 ദിവസം കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. കാരണം വണ്ടി മീറ്റർ ഓൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളും. അതെ, നമ്മുടെ പിന്നെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ വണ്ടിയുടെ മീറ്റർ ഓൺ ആവണം. മീറ്ററിന്റെ വണ്ടിയുടെ 5 സൈഡിലെ ഫോട്ടോ കൊടുത്താൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ, അതായത് ഫുൾ കവർ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഈ വീഡിയോ ആർക്കെങ്കിലും ഫോഴ്സ് ട്രാവലിൻ്റെ വയറിങ്, അതായത് വയറിംഗ് കിറ്റ് സംബന്ധമായി എന്തെങ്കിലും ബന്ധമോ കോൺടാക്റ്റോ ബോംബെയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരോ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നജീബ് ഐഡി കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വണ്ടി ഇറങ്ങില്ല, പണി പാളും. 2017 മോഡൽ വണ്ടിയാണ്. 2017 മോഡലിന്റെ അതായത് ആ നമ്പർ ഞങ്ങൾ കോൺടാക്ട് തീർച്ചയായിട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ ചട്ടപ്പെട്ടേ നയിച്ചു തരും കേട്ടോ. ഓക്കെ നോക്കൂ, അത് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതേ സമയത്ത് തന്നെ ഞങ്ങളെ കാണാൻ വേണ്ടി, ഞങ്ങളെ കാണാനല്ല, ഞങ്ങളുടെ ഇവിടെ അതായത് ഫുക്രു വന്നിട്ടുണ്ട്. ആരാ? ഗൈസ് നോക്കൂ, ഒരു കാലത്ത് ടിക്ടോക്കിന്റെ രോമാഞ്ചം അല്ലേ, പെൺകുട്ടികളുടെ ചഞ്ചല കുഞ്ചലമായ ഫിക്രു ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ് നോക്കൂ, പിന്നെ അല്ലേ, അതായത് പിന്നെ ഉച്ചയായപ്പോൾ വന്നാണ്. കുറേ നേരം സംസാരിച്ചു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വയറിംഗിൻ്റെ ടെൻഷനിലാണ്. ആരും മറക്കരുത്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. കാരണം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എന്തായാലും ഈ സാധനം കിട്ടിയേ പറ്റും അല്ലേ. മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ഇവിടെയൊക്കെ ഇതിനോട് അനുബന്ധപ്പെട്ട ആരും ഷോപ്പോ എന്തെങ്കിലുമൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യണം. ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ നമുക്ക് ഫിക്രുവിനെ പരിചയപ്പെടാം. ഗൈസ് നോക്കൂ, ഇതാണ് ഫിക്രു. ഗൈസ് നോക്കൂ, അതായത് ഫിക്രു പറഞ്ഞത് കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. സത്യമാണോ അല്ലേ? ഗൈസ് നോക്കൂ, അല്ലേ? ഗൈസ് നോക്കൂ, നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് അല്ലേ, പിന്നെ വളരെ സന്തോഷം. ഇവിടെ തൊട്ടടുത്തായിരുന്നു പുള്ളി താമസിച്ചത്. എവിടെയാ താമസിച്ചത്? ഞാൻ തൊട്ടപ്പുറത്ത് അക്വാ സിറ്റി എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റ്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനകത്തായിരുന്നു താമസം.
ഇവിടെ അടുത്ത് തന്നെ നോക്കൂ ഫുക്രിന്റെ പ്രത്യേകത അല്ലേ? നോക്കൂ മയിൽപീലി മുടിയുള്ള ഏക വ്യക്തിയായിട്ട് നോക്കിയേ, എന്താ സെറ്റപ്പ് നോക്കിയേ. നോക്കൂ, അതായത് ഫിക്ർ ഇവിടെ വന്നു, കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു, വളരെയധികം സന്തോഷമുണ്ട്. ചെറിയ ഞെരമ്പും തരിപ്പുമായ സംസാരങ്ങളിൽ ഞങ്ങൾക്ക് അമിതമായ സന്തോഷം ലഭിച്ചു, അല്ലേ ലിപി? നീ ഇന്നലെ ഹിന്ദിക്കാരെ കൂട്ടി പോയതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, അവരുടെ കഥ കേൾക്കാൻ. നോക്കൂ, അതേസമയം തൊട്ടപ്പുറത്താണ് നമ്മുടെ നെപ്പോളിയൻ കിടക്കുന്നത്. അവന്റെ കാര്യം ഇപ്പൊ അധോഗതി ദുഃഖോളിയായിട്ടാണ്. വയറിംഗ് കിറ്റ് കിട്ടണം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, അല്ലേ? കിട്ടിയാലാണ് ഇപ്പൊ അതിന് വേറെ പ്രശ്നം. നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞില്ല, ഇൻഷുറൻസിന്റെ കാര്യത്തിലുള്ള ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സാധാരണ നേരത്തെ വെറുതെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയുടെ ചുറ്റോടിയിട്ടുള്ള ഫോട്ടോ വേണം, മീറ്റർ ഓൺ ആയിട്ടുള്ള ഫോട്ടോ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനകത്ത് മീറ്ററിന്റെ ഫോട്ടോ ആണ്, കിറ്റില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം കേട്ടോ, കാരണം ഞങ്ങൾ പെട്ടു. അത് സംബന്ധിച്ച് നമുക്ക് ഫിക്രു എന്നാ പറയാനുള്ളേ? എന്തെങ്കിലും 4 വർത്താനം പറയാം. അല്ലേ? നമുക്ക് ഫിക്രു ഇപ്പൊ സിനിമയും പരിപാടിയൊക്കെ ആയിട്ട് തകർത്ത് നടക്കുവാണ്, അല്ലേ? ഫുക്രു, അതായത് പുള്ളി പിന്നെ സിനിമ ഡയറക്ഷൻ അതുപോലുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പം മുന്നോട്ട് നടക്കുകയാണ്. എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല. അതെ, തോക്കി കയറി വെടിവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. പറഞ്ഞോ? ഞാൻ ശരിക്കും നിങ്ങളുടെ ഒരു സ്ഥിരം ഫോളോവർ ആണ്. എനിക്ക് എബിനെ വിളി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ ഇൻട്രോ, അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്ടം. ഇമാരത്ത് ചോദിച്ചാൽ അറിയാം, ഞാൻ എപ്പോഴും യൂട്യൂബ് എടുക്കുവാന്നേലും നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം എനിക്ക് കാണാനുള്ള ആഗ്രഹം തോന്നി ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിക്കും അതിനകത്ത് തുറന്നു പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. ശരിക്കും ഞാൻ നിങ്ങളുടെ ഒരു ഫോളോവർ ആണ്. അതെ, ഒരുപാട് സന്തോഷം. റിയൽ ലൈഫും വെച്ചൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണ്. അതെ, അല്ലെങ്കിലും കമ്പയർ ചെയ്തൊന്നും കിട്ടാനുമില്ല, അല്ലേ? നോക്കൂ, അതേ സമയത്ത് തന്നെ പുള്ളിയുടെ കൂടി വന്ന പുള്ളിയുടെ കൂട്ടുകാരന്റെ പേരെന്നാ? അതായത് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മുടെ ഓമനി കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഓമനി മേടിച്ചു. ഒരു ഓമനി ഭയങ്കര സെറ്റപ്പ് ആയിട്ട് പണിതു. അതായത് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു വണ്ടിയാന്ന് തോന്നുന്നു. ആ വണ്ടി, അതിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ? കാണിക്കൂ. നോക്കൂ, എന്തിനാ മടിച്ചിരിക്കുന്നത്? വേറെ ഫോട്ടോ ഒന്നും അല്ലല്ലോ ചോദിച്ചേ. നോക്കൂ, പേരെന്നാ? അമൽ. പേര് നിതിൻ. പേര്? നോക്കൂ, ഇതൊക്കെ ഫിക്രുവിന്റെ കൂട്ടുകാരാണ്. ഇവര് 1 2 3 4 5 പേരാണ് വന്നത്. അതായത് ഫിക്രു പുതിയതായിട്ട് എന്ത് മേടിച്ചു? ലെജൻഡർ. നോക്കൂ, അതായത് പിന്നെ ഫിക്രു പുതിയതായിട്ട് ലെജൻഡർ മേടിച്ചു. അപ്പൊ ലെജൻഡറിലാണ് വന്നിരിക്കുന്നത്. ലെജൻഡർ അതെ അങ്ങ് ദൂരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അതേ സമയത്ത് തന്നെ നമ്മുടെ വണ്ടി ഇപ്പം കഴുകാൻ വേണ്ടി പോവാണ്. അത് കഴുകി വൃത്തിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ബേക്കിൽ ഹെഡ് ലാമ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അഴിച്ചെടുക്കണം. കഴുകി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുറെ നെട്ടും ബോൾട്ടുണ്ട്. നാരായണൻകുട്ടിച്ചേട്ടൻ എന്നാ പറഞ്ഞത്? നാരായണൻകുട്ടിച്ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഓൾറെഡി ഇന്നലെ വൈകിട്ട് മെയിൽ അയച്ചാണ് കമ്പനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ മെയിൽ അയച്ചിട്ട് ഇതുവരെയായിട്ട് റിപ്ലൈ നമുക്ക് വന്നിട്ടില്ല. കാരണം ഫോഴ്സ് കമ്പനിയിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സമയം എടുക്കും. അപ്പൊ ഇതുവരെയായിട്ടും റിപ്ലൈ വന്നിട്ടില്ല. റിപ്ലൈ വന്നാലാണ് അവിടെ സ്റ്റോക്ക് ഉണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ ഓമിനി, അതായത് ഇന്ത്യയിൽ തന്നെ ഏക വണ്ടിയാണ്. അതായത് ഒരു ഓമിനിയുടെ ബേക്കിൽ നമ്മൾ എന്താ പറയാ, ഒരു പ്രത്യേക രീതിയിൽ സംഭവമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം പോലെ സെറ്റപ്പ് ഒക്കെ ആക്കി നല്ല ബെലൂൺ ടയറും സംഭവമൊക്കെ ഇട്ടത്. ആരും ഒറ്റാൻ നോക്കണ്ട, ഇതിന് ബുക്കും പേപ്പറും ഒന്നും ഇല്ല. ഇതിന്റെ ആർസി ക്യാൻസൽ ആക്കിയില്ലേ? അതായത് ഇത് മറ്റേ ഇതിലല്ലേ കൊണ്ടുവന്നത്, റിക്കവറി വാനിലെ. റിക്കവറി വാനിലാണ് കൊണ്ടുവന്നത്. ഇവർ ഷോ ചെയ്യാൻ പറ്റൂല. ഇവരുടെയൊക്കെ വരുമാനം, ഇവരുടെ അന്നമാർഗം എന്നൊക്കെ പറഞ്ഞ് ഇത് ഓരോ ഷോയ്ക്കൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം തീരുമാനം അല്ലേ? പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ്. ചേട്ടനെ പോലെയുള്ള ആൾക്കാരെ അംഗീകരിച്ചു കൊടുക്കും, അല്ലേ? പക്ഷെ എന്ത് ചെയ്യാനോ, നാട്ടിൽ നമ്മളെ പോലെയുള്ളവർക്ക് കാട്ടിൽ ഇപ്പം തെറിയാണ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വണ്ടി മോഡിഫൈ ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ ഷോയ്ക്കൊക്കെ ഇറക്കി അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയാ അരി മേടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം പെട്ടു കേട്ടോ. ഇപ്പം കൊണ്ട് യാതൊരു ഉത്തരവില്ല, റോട്ടിൽ വണ്ടി ഇറക്കുന്നില്ല. എന്ത് ഷോ ആണ് ആ സ്ഥലത്ത് മാത്രം റിക്കവറി വാനിലല്ലേ നിങ്ങൾ വണ്ടി ഉണ്ടോ? റോഡിലൊന്നും വണ്ടി ഇറക്കൂല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ പരിപാടി. എന്നാലും ഇപ്പം പരിപാടി നിന്നു, അല്ലേ? നോക്കൂ, അതേ സമയത്ത് തന്നെ പിന്നെ നമ്മുടെ നെപ്പോളിയൻ തൊട്ടപ്പുറം പരിപാടി തുടങ്ങി കേട്ടോ. അതായത് ഫുള്ള് ഭാഗങ്ങൾ അടിച്ച് മാറ്റി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെച്ചേക്കാണ്. പക്ഷെ ഇപ്പൊ ആകെ എന്താ പറയാ ഒരു പിന്നെ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് കിറ്റ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വയറിംഗ് കിറ്റാണ് ഇപ്പോൾ ആകെ പ്രശ്നം. ഈ വണ്ടിയുടെ വയറിംഗ് കിറ്റ് കിട്ടിയാൽ ഇതിൻ്റെ എല്ലാ കാര്യവും നടക്കുകയുള്ളൂ. ഇതുകൊണ്ടോ എല്ലാ കാര്യങ്ങളും ഊരി മാറ്റി ഇട്ടേക്കുവാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. വയറിംഗ് കിറ്റ് കിട്ടിയാലേ ഇതിനകത്ത് ഇനിയിപ്പം എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പരമാവധി ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നമ്മുടെ പെയിന്റ് ഒക്കെ പരമാവധി സാധനം ഞാൻ ബ്രഷിനൊക്കെ അടിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നമുക്ക് വയറിംഗ് കിറ്റ് കിട്ടാതെ വന്നില്ല, അല്ലേ? നമുക്ക് വയറിംഗ് കിറ്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇത് എങ്ങനെയും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എല്ലാം ലെവലാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇതാണ് വിഷയം, അല്ലേ? നോക്കൂ, അല്ലേ? തേർഡ് പാർട്ടി കിട്ടും കേട്ടോ. തേർഡ് പാർട്ടി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ
ഇൻഷുറൻസ് കിട്ടും. പക്ഷേ തേർഡ് പാർട്ടി നമ്മൾ ഇതേപോലത്തെ വണ്ടികൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തേർഡ് പാർട്ടി ഇങ്ങനത്തെ വണ്ടികൾക്ക് എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആകെ ഇതിൻ്റെ അത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേക്കിലെ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ കാണുന്ന പിന്നെ ബ്രേക്ക് ലാമ്പ് അപ്പുറത്ത് ഇപ്പുറത്ത് ഊരണം, അത് ഊരിയെടുക്കണം. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ നമുക്ക് സോപ്പ് ഇട്ട് മര്യാദയ്ക്ക് കഴുകിയിട്ട് വീണ്ടും നമുക്ക് കഴുകാം അല്ലേ. അതിന്റെ ഉള്ളിലെ മണം എല്ലാം കളയണം. ഓക്കെ നോക്കൂ, പുറത്തുനിന്ന് നമ്മൾ മെഷീൻ കൊണ്ടുവന്നു കേട്ടോ ഇത് കഴുകാൻ വേണ്ടി. കാരണം ഇതിന്റെ ഉള്ളിൽ ഭയങ്കര എലിമണവും പിന്നെ അതുപോലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് പിന്നെ കഴുകി വൃത്തിയാക്കാതെ കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടോ. കാരണം ഇതുകൊണ്ട് ഇപ്പം നമ്മൾ വണ്ടിയുടെ ഉള്ളും അതുപോലെ സൈഡും കാര്യങ്ങളൊക്കെ പിന്നെ കഴുകും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവറാട്ടോ. എന്നാ പവറാന്ന് നോക്കിയേ, ഭയങ്കര പവറുള്ള സാധനം കേട്ടോ. അതായത് ഇതുകൊണ്ട് നമ്മളിപ്പോൾ കഴുകും. കാരണം ഇത് 2-3 പ്രാവശ്യം കഴുകിയാൽ ഇതിനകത്ത് എലിയുടെ കുറേ വേസ്റ്റ് അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പൂർണ്ണമായിട്ട് പോകത്തുള്ളൂ കേട്ടോ. വണ്ടി ഇറക്കാൻ വേണ്ടി പോട്ടോ. അതായത് അതിസാഹസനായ ഡ്രൈവർ അഖിൽ വണ്ടിക്കുള്ളിൽ കയറി. സീറ്റും കൂടുന്നില്ല കേട്ടോ, ഇതൊക്കെ സീറ്റ് സംഭവങ്ങളൊന്നുമില്ല. അതായത് ബ്രേക്ക് കിട്ടുമോ? ഓക്കെ നോക്കൂ, ഓക്കെ നോക്കൂ. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളു കേട്ടോ വണ്ടി. ഗൈസ് നോക്കിയേ, കുറച്ച് അപ്പുറത്തോട്ട് ചെല്ലാൻ നേരത്ത് നമുക്കുണ്ടല്ലോ അവിടെ വെച്ച് വണ്ടി നിർത്തും കേട്ടോ. കാരണം വെച്ചാൽ ഒരു ചെറിയ ചായ വേണമെങ്കിൽ വെള്ളം ഒഴുകി പോകത്തുള്ളൂ കേട്ടോ. എത്തിയോ? കറക്റ്റായോ? ഓക്കെ, കറക്റ്റ് സ്ഥലത്ത് എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കഴുകണം. ഒരു പ്രാവശ്യം ഒന്നും കഴുകിയാൽ പോരാ, പല പ്രാവശ്യം കഴുകിയാലേ എലിയുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ കേട്ടോ. ഇതൊന്ന് സാനിറ്റൈസും കൂടി ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു കെമിക്കൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇത് എലി കയറി ഇതായിരിക്കണം, സാനിറ്റൈസും കൂടി ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ നോക്കൂ, ഇതിന്റെ വണ്ടി അങ്ങ് പോകും. നിൽക്കാം, വണ്ടി നിൽക്കണില്ലായിരുന്നു തോന്നുന്നു. നിൽക്കണ അല്ലേ, വണ്ടി നിന്നില്ല അല്ലേ. ഓക്കെ നോക്കൂ, വണ്ടി കുറച്ചും കൂടെ ഇറക്കിയിട്ടു. ഓക്കെ നോക്കൂ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ടെൻഷനിലാട്ടോ. കാരണം ഈ ഒരു വയറിംഗ് കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയുടെ പണി നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് ഇറക്കി തീർക്കാൻ പറ്റും. നമുക്ക് 5-6 ദിവസം കൊണ്ട് നമുക്ക് പണി തീർക്കാൻ പറ്റും. പോകാൻ പറ്റുമോ? നമുക്ക് പണിയെടുത്ത് തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസരം മറ്റേ പരിപാടി നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫുൾ എല്ലാവരും കൂടി ഇന്ന് ചെയ്യാൻ പറ്റും. പെയിന്റ് പണി 6 ദിവസം അല്ലേ. ഓക്കെ നോക്കൂ, ആരെങ്കിലും വയറിംഗ് കിറ്റ് പരമായിട്ട് ഷോപ്പ് അങ്ങനെയൊക്കെ ബാംഗ്ലൂരോ ബോംബെയിലോ അവിടെയൊക്കെ കൂടുതലും ഇത് ഡൽഹി പിന്നെ മഹാരാഷ്ട്രയിലൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലും. ബാംഗ്ലൂരൊക്കെ ആരിലുണ്ട് പറയണം, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണോ അഖിലേ ഇതിൻ്റെ വയറിംഗ് കിറ്റ്? അഖിലേ ഈ വണ്ടിയുടെ ആണോ? ഇത്രേ ഉള്ളൂ? ബാക്കി എന്ത്? ആ വയറിംഗ് കിറ്റ് എന്തിക്കാ? ആ വയറിംഗ് കിറ്റ് വളരെ സുരക്ഷിതമായിട്ട് എന്റെ ഇന്നോവയിൽ ഇരിക്കുന്നുണ്ട്. ഇല്ല. നോക്കൂ, അതായത് ഈ കാണ്ട് ഇന്നോവയിലുണ്ട് കേട്ടോ ആ വയറിംഗ് കിറ്റ്. ലാസ്റ്റുള്ള സംഭവം കേട്ടോ, ക്ലോസറ്റ് അതെടുത്ത് ഇവിടെ വെച്ചാക്കാക്കില്ലേ, ഇവിടെ വെച്ചാക്കാം കേട്ടോ. ഇതിവിടെ വെച്ചു. ഇനി എന്നിട്ട് ഇനി എല്ലാം അടിച്ച് കഴിയും. കാരണം കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. എൻ്റെ ഈ മാറ്റ് നമുക്ക് പൊളിച്ചെടുക്കണം കേട്ടോ. ഈ മാറ്റ് പൊളിച്ചെടുത്തിട്ട് അടുത്ത നല്ല സൂപ്പർ മാറ്റ് ഒട്ടിക്കണം. കാരണം ഇതൊക്കെ ഫുള്ള് തീരുമാനമായി. പിന്നെ അതുപോലെ ചില സ്ഥലത്തൊക്കെ പ്ലൈവുഡ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മേളിൽ തന്നെ ഒട്ടിക്കാമായിരുന്നു, കട്ടി കിട്ടിയാനെ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എലി കടിച്ച സൈഡെല്ലാം പോയില്ലേ. ഈ സൈഡാണ് എലി കുറെ എലി കടിച്ചു. ഈ കാണുന്നൊക്കെ എലി കടിച്ചോണ്ട് പോയതാട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന ഫുള്ള് എലി കടിച്ചോണ്ട് പോയതാട്ടോ. അപ്പൊ ഇതൊക്കെ പറിച്ചു കളഞ്ഞേക്കാം കേട്ടോ. നോക്കി ഇതിപ്പോൾ അടിച്ച് ക്ലീൻ ആക്കാൻ തുടങ്ങും. കാരണം ഇവിടെയൊക്കെ ഫുള്ള് കച്ചറായിട്ട്. കാരണം നമ്മളത് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്നും കഴിയിട്ട് കാര്യമില്ല, പോത്തൊന്നുമില്ല കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് കച്ചറ. ഇതുണ്ട്, ഇവിടെയൊക്കെ കച്ചറയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടിച്ച് വൃത്തിയാക്കണം കേട്ടോ. അതുണ്ടോ. ഓക്കെ, കറക്റ്റ് വേണം കേട്ടോ അടിക്കാൻ. നമ്മുടെ വണ്ടിയുടെ ബേക്ക് ഭാഗങ്ങൾ മൊത്തം വൃത്തിയാക്കും കേട്ടോ. കണ്ടോ, ആ സാധനം അടിക്കാൻ നേരത്ത് ഫുൾ അടിച്ച് കലങ്ങി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, എന്നെ വൃത്തിയായിട്ട് എന്താ പറയുക, സാധനങ്ങൾ അടിച്ച് കലങ്ങി പോണേ. കണ്ടോ, ആ സാധനം മൊത്തം അടിച്ച് കലക്കി ഇപ്പം നമ്മൾ എടുക്കും കേട്ടോ. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഫുൾ അടിച്ച് കലക്കി വൃത്തിയാക്കി എടുത്തെങ്കിൽ മാത്രമേ എല്ലാം അതിൻ്റെ അകത്ത് പോകത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും വേസ്റ്റുകൾ ഫുള്ളുണ്ട്, എലി വേസ്റ്റും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ക്ലൈമറ്റിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് രോഗങ്ങൾ പിടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. കാരണം കൂടിയ സമയത്ത് അണുക്കൾ കൂടും. എലിയുടെ മൂത്രത്തിന് അണുക്കളുണ്ട്. നമുക്ക് എലിപ്പനി അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരം ചെറുതായിട്ട് വല്ലതും പൊട്ടുവാണ്, അതിലെ കൂടെ പിന്നെ അതേപോലെ തണുപ്പുള്ള സ്ഥലത്ത് ചെന്നാലും വിഷയം വരാൻ ചാൻസ് വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളിത് കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം കേട്ടോ പോകാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ചെയ്യണം. എന്നൊക്കെ പറയുന്നത് സാനിറ്റൈസർ. അത് മാത്രമല്ലേ, നമ്മളെന്ന് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വയറിംഗ് കിറ്റുകൾ കാര്യങ്ങളെല്ലാം അഴിച്ചു, അത് ഇന്റീരിയർ ഭാഗങ്ങളെല്ലാം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ AC-യുടെ യൂണിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചു. ഇനി നമ്മളടുത്ത വാഷിംഗ് ആണ്. ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിയിലേക്ക് കയറുന്ന ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പം പിന്നെ അടിയും ഇതേപോലെ സൈഡെല്ലാം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അപ്പൊ തന്നെ വണ്ടി എടുത്ത് മെനയായി അല്ലേ? പിന്നെ പക്ഷെ ഞങ്ങൾക്ക് വയറിംഗ് കിറ്റും കൂടെ കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് പണി തീർക്കായിരുന്നു അല്ലേ? വയറിംഗ് കിറ്റാണ് നമുക്കിപ്പോ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അല്ലേ? അത് ആർക്കെങ്കിലും പരിചയം ഒന്ന് വിളിച്ചൊന്ന് ചെയ്ത് തന്നെ കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് കിട്ടാനായിട്ട് എന്തെങ്കിലും അറേഞ്ച്മെന്റ് പൂനെയിലുള്ളവരോ ആരെങ്കിലും അവിടെ വാങ്ങിച്ചൊന്ന് അയച്ചു തരാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പേയ്മെന്റ് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ടോ ഈ കാണുന്ന ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ വയറിംഗ് കിറ്റുകളും AC യുടെ പൈപ്പുകളും കാര്യങ്ങളും കയറ്റി വെക്കാം കേട്ടോ. കാരണം നമ്മൾ അടിച്ചു കഴുകാൻ നേരത്തെ ഒരു രീതിയിലുള്ള പണിയും കാര്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടി അല്ലേ? ഒരു രീതിയിലുള്ള പണിയും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ. അപ്പം നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഈ കാണുന്നുണ്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കീ അല്ലേ അഖിലേ? ഇതിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതൊന്നും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റാർട്ടർ അങ്ങനെ പോവില്ല, ഈ സാധനം പോവില്ല. സ്റ്റാർട്ടർ പോകും, സ്റ്റാർട്ടർ അടിയിലല്ലേ ഇരിക്കുന്നത്. ഇത് അവിടെ നിന്ന് പോകുന്ന കേബിള് മാത്രമല്ല, ഇത് വലിയ പ്രശ്നം പറ്റൂല അല്ലേ? ഗൈസ് നോക്കൂ, അതായത് ബേക്ക് സൈഡ് ഇപ്പൊ നമ്മൾ കുറച്ച് അടിച്ചുണ്ടോ, പുറത്തോട്ട് കൊണ്ടുവന്നുണ്ടോ നോക്കിയേ. ഈ കാണുന്നൊക്കെ എലിക്കാട്ടോ കാര്യങ്ങളൊക്കെ കേട്ടോ. ഓ അങ്ങനെ പോകൂലല്ലേ? ഇവിടെ ഇതുണ്ടോ, ഇതുണ്ടോ, ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതുണ്ടോ ഇക്കാം, ആണോ? പോവില്ലേ? വണ്ടിയുടെ ഉള്ളില് ഇതുണ്ടോ, വണ്ടിയുടെ ഉള്ളിലൊക്കെ അടിച്ച് വൃത്തിയാക്കും കേട്ടോ. ഇതുണ്ടോ വണ്ടിയുടെ ഉള്ളിലെ സൈഡ്. എങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ വെറുതെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടുമെന്നുള്ളൂ, ഒരു മയം കിട്ടാൻ. നമ്മൾ ഈ സാധനങ്ങളെല്ലാം പറിച്ചിട്ട് പുതിയത് ഇടുന്നതല്ലേ, അങ്ങനെ ആകുമ്പോ ഉള്ളിലോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കയറിയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിക്കൊണ്ട് പോകില്ലേ അല്ലേ? ഇതുണ്ടോ ഫ്രണ്ടൊക്കെ അടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഈ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു പത കിട്ടുന്ന ഒരു ഷാമ്പൂൽ സാധനം കേട്ടോ. അതൊക്കെ ഇവിടെ ഒഴിച്ച് പരമാവധി എഞ്ചിന്റെ സൈഡിലേക്കൊന്നും എത്താതെ ഇതുണ്ടോ പരമാവധി പറ്റുന്ന രീതിയിൽ അടിച്ച് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇല്ലേ എഞ്ചിന്റെ സൈഡ് എന്തായാലും നമുക്ക് അടിച്ച് ക്ലീൻ ആക്കണം. കാരണം എന്താ വെച്ചാൽ പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടാവും അല്ലേ? ആ സൈഡ് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലേ? പരമാവധി അടിച്ചു പോകുന്നുണ്ട്, അത്രയും നമുക്ക് നല്ലതാണ്. അതേപോലെ നമ്മൾ സെൻസറും സെൻസറും കാര്യത്തിനകത്ത് വെള്ളം കയറുകയില്ല അല്ലേ? മെയിൻ സെൻസറെല്ലാം നമ്മൾ ഊരിയെടുത്തു. അതിന് ഇലക്ട്രിക്കൽ പരമായിട്ട് സാധനം ഇപ്പൊ ഒന്നും ഇല്ല കേട്ടോ. ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഊരിയെടുത്തു. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പേടിക്കാനില്ല അല്ലേടാ? ഇല്ല, അങ്ങനത്തെ കാര്യം നമ്മൾ പേടിക്കണം. മെയിൻ സെൻസർ കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട് അല്ലേ? സെൻസറിനകത്ത് വെള്ളം കയറിയാലാണ് നമ്മൾ പേടിക്കേണ്ട കാര്യം. ഇതിപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ സാധനം ഊരി മാറ്റാനും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ? പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ കാണുന്നൊക്കെ ഈ എലികൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്നതും പിന്നെ അതിന്റെ വേസ്റ്റും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് ഇതൊക്കെ എന്തായാലും പൊളിച്ച് തന്നെ കളയേണ്ടി വരും അല്ലേ? ഷീറ്റ് ഇടുമ്പോൾ കട്ടാവും അല്ലേ? അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലാതെ വേറെ മാർഗവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുകൊണ്ടോ ഇനി ഇവിടെയൊക്കെ അത് തന്നെയാണ് അവസ്ഥ. അപ്പം വണ്ടി ഒന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉൾഭാഗങ്ങൾ പിന്നെ എന്താ പറയുക, നമ്മളൊന്നും കൂടെ എല്ലാം അടിച്ച് പണിത് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കേണ്ടി വരും. അതായത് അതിൻ്റെ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അഴുക്കും ഇതൊക്കെ പറ്റുന്നുണ്ടോ, അതൊക്കെ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി എടുക്കണം. ഗൈസ് നോക്കും. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ പുറവും അതുപോലെയുള്ള സൈഡും ഭാഗങ്ങളൊക്കെ ഫുള്ള് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സൈഡും പുറവും ഫ്രണ്ടും ഇതുണ്ടോ നല്ല രീതിയിൽ പൊടിയുണ്ട് കേട്ടോ. അതായത് 1.5 വർഷം കിടന്നതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ആ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാലേ വണ്ടിക്ക് ഒരു എന്താ പറയുക ഒരു വെളുപ്പ് വരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒരു മുഷിഞ്ഞ പോലെ നമ്മുടെ വണ്ടി കിടക്കും കേട്ടോ. നാരായണൻകുട്ടി ചേട്ടനെ ഇക്ക ഒന്നും കൂടെ വിളിക്കും കേട്ടോ. അതായത് എന്തായെന്ന് അറിയാൻ വേണ്ടി എല്ലാം ഒരു പ്രതീക്ഷ വെച്ചാട്ടോ ഞങ്ങളുടെ കാര്യങ്ങൾ മൊത്തം. അതായത് ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ ഓരോ പ്രതീക്ഷ അല്ലേ ഇക്ക, നേരത്തെ കിട്ടുമോ എന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഈ 10 തൊട്ട് 15 ദിവസം വരെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ അല്ലേ ഇക്ക? അല്ലേ? കഴിഞ്ഞ ദിവസം ഇക്ക വന്നു. നാരായണൻകുട്ടി ചേട്ടൻ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നാരായണൻകുട്ടി ചേട്ടൻ്റെ ആ സാധനം മാത്രമില്ല, ബാക്കി എല്ലാ സാധനവും അല്ലേ? ഒക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതായത് അപ്പുറത്തെ സൈഡ് കഴിഞ്ഞു ഇപ്പുറത്തെ സൈഡ് കഴിഞ്ഞു. ഗൈസ് നോക്കും. അതേ സമയത്ത് തന്നെ നമ്മളിപ്പോൾ നാരായണൻകുട്ടി ചേട്ടനോട് വിളിച്ചു ചോദിച്ചാൽ നാരായണൻകുട്ടി ചേട്ടൻ പറഞ്ഞത് പിന്നെ നമ്മുടെ വണ്ടിയുടെ വയറിംഗ് കിറ്റ് പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും എന്നാ പറയുക 10 ദിവസം എടുക്കുന്നതുകൊണ്ട് കൈ കിട്ടാൻ വേണ്ടി ഉണ്ടെങ്കിൽ അവൈലബിലിറ്റി ആണെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നാളെ അറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഗൈസ് നോക്കൂ. എന്തായാലും നമ്മുടെ വണ്ടി അടിച്ചടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ടോ മണ്ണുണ്ടോ? ഓ വളരെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവച്ച ഒരു സാധനമാണ് നമ്മുടെ TV കേട്ടോ. അതായത് ഈ കാണുന്ന TV. ഇത് അഖില് ഒരു വിധത്തിൽ ഈ സാധനം ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ ബോർഡും സംഭവമൊക്കെ ശരിയാക്കി. പിന്നെ ബോർഡല്ല, അതിൻ്റെ ബേക്കിലെ വയറിങ് ഒക്കെ ബേക്കൊക്കെ റെഡിയാക്കി ആളിത് കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ ഇത് ഓണാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കിളി പാറിപ്പോയി കേട്ടോ. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ MIന്ന് മാത്രം കാണാം കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് കാണാൻ കാണില്ല ഇല്ല. അതെന്താ അങ്ങനെ ആണോ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എലി കയറിയിട്ട് നശിപ്പിച്ചു കേട്ടോ. നശിപ്പിച്ചു കളഞ്ഞു. ഓ ഗൈസ് നോക്കി, 1-ാം MIയുടെ TV കേട്ടോ. ഷോ
നോക്കി ഇത് എവിടെയെങ്കിലും കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. ആണോ ഗൈസ് നോക്കൂ. ഇപ്പൊ ഈ പേപ്പർ പോയല്ലേ. നോക്കി അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതും പോയി അല്ലേ. എന്റെ ലാസ്റ്റ് പ്രതീക്ഷയായിരുന്നു ടിവിയിലും കിട്ടുമെന്ന്. അതും പോയി. എന്താന്ന് വെച്ചാല് ഇതിന്റെ എവിടെയാണ്ട് എലി കടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലോട്ട് നമ്മളെ കുലുക്കുമ്പോ അരിയൊക്കെ വന്നില്ലേ, അപ്പൊ അരി അങ്ങനെ എന്തൊരു സാധനം തട്ടിട്ട് ഈ സാധനം പൊട്ടിപ്പോയി. സ്വന്തം പുതിയ ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷമായി ടി വി കേട്ടോ. അതും ലൈറ്റ് യൂസ്. 2 or 3 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിനിപ്പോ എവിടെയെങ്കിലും നന്നാക്കാൻ കൊടുത്തു നോക്കാം. കൊടുത്തിട്ട് കാര്യമില്ല. അതിനാ ഡിസ്പ്ലേ അല്ലേ പോയാക്കുന്നത്. ഡിസ്പ്ലേ മാറ്റി കിട്ടും. പേപ്പർ ഡിസ്പ്ലേക്ക് പക്ഷേ ഇതിന്റെ ടിവിയുടെ ഒക്കെ ചിലപ്പോൾ പൈസ ഉണ്ടാവും. ആണോ അങ്ങനെ കുഴപ്പമില്ല. കൊട്ടുമ്പോ അത് ഇതന്നെ ഇങ്ങനെ കൊട്ടും വരുന്നെങ്കിലേ കൊട്ടുമ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് പൊട്ടല് തുടങ്ങിയത്. നമ്മൾ ഓണാക്കി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 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 ഇങ്ങനെ ഇങ്ങനെ വന്നു. ഇന്നലെ ഈ സാധനം ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ ഇതുണ്ട്. ഇതുണ്ടല്ലേ, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് മൊത്തം ഇതിങ്ങനെ പോകാനാണ് ചാൻസ് കൊടുത്തത്. ഇതൊന്ന് നന്നാക്കാൻ കൊടുത്ത് നോക്കണം കേട്ടോ. ചിലപ്പം ശരിയായി കിട്ടും, ചിലപ്പം അത് ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ. കിടിലൻ ടി വി കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടില്ല, അതാണ് ഏറ്റവും കൂടുതൽ സങ്കടം. അല്ലേ? ഈ കാണുന്നതാണ് വിനയ്. ഒരു വണ്ടിയുടെ മുതലാളിയാണ് അല്ലേ, ഗപ്പി എന്നാണ് പേര്. ഞങ്ങൾ ഇപ്പൊ അടിയാ. നമ്മുടെ നെപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കേറി വരും. ഗപ്പി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം തലയടിച്ചിട്ട് പത്ത് പോകും. നോക്കൂ. അതേ സമയത്തുണ്ടല്ലോ ഞങ്ങള് ആ കാര്യം എന്തായാലും ഞങ്ങളുടെ തീരുമാനമായി. ഇനി അതിൽ വലിയ പ്രതീക്ഷ വെക്കാനില്ല. അതായത് അതൊന്ന് നന്നാക്കാൻ കൊടുക്കണം, അല്ലെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ ടി വി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇനി ബാക്കിയും കൂടെ കുറച്ചും കൂടെ സാധനങ്ങൾ വണ്ടിയുടെ അടിയിലടിക്കാണ്ട് അത് കഴുകിയാൽ മാത്രമേ നടക്കുള്ളൂ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിന്റെ സാധനങ്ങൾ കഴിക്കാൻ. ടാങ്ക് ശരിയാക്കണ്ടേ, രണ്ട് കാംബ്ലർ അടിച്ചിട്ട് അല്ലേ? ഓക്കെ നോക്കൂ. അതേ സമയത്ത് തന്നെ പാച്ചന്മാരെ കൊണ്ട് ഇതിന്റെ ബേക്കിലെ ടാങ്കില്ലേ അതിന് പിന്നെ ഇതും പട്ടയും പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കാണുന്ന സ്റ്റെപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ചെറിയ ഇതുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഇവിടുത്തെ വിജാഗിരി പോയതുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. ആ പരിപാടി ഉണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തൃശ്ശൂർ കൊണ്ട് വണ്ടി കാണിക്കണം അടുത്ത ദിവസം. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരാൻ നേരത്ത് വണ്ടി ഓവർ ഹീറ്റായിട്ട് വഴി ഞാൻ കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചാണ് വണ്ടി കൊണ്ടുവന്നു. എങ്കിലും ഒന്നും കൂടെ തൃശ്ശൂർ കൊണ്ട് കാണിക്കണം ആ വണ്ടിയുടെ ഓവർ ഹീറ്റിങ്ങിൻ്റെ സംഭവം കേട്ടോ. അല്ലല്ലോ ഇവന് അല്ലേ, അതൊന്ന് കാണിക്കണം. ഓ ഗൈസ് ഫിക്രും ഭയങ്കര ആളാട്ടോ. എന്റെ കയ്യിൽ ഡയമണ്ടാ. എന്റെ കർത്താവിശ്വമിശിയായ ഡയമണ്ട് ഒക്കെ കിട്ടണേ. ഈ സാധനം എനിക്ക് തന്നു. 916 ആണോ? 916 ആട്ടോ അല്ലേ? 916 സ്വർണ്ണം അത് 7 അല്ലല്ല 6 7 ആണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല മാറിപ്പോയതാ. 916 ഇതാ. ഇത് 916. ഇവിടെ നല്ല യോഗം കേട്ടോ. അതുകൊണ്ട് ഈ കറക്റ്റ് സമയത്ത് ഈ സാധനം ഉണ്ടല്ലോ സൂം ആവുന്നില്ല. നോക്കൂ കൈ കണ്ടോ കേട്ടോ. അത് ഈ പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ഇപ്പം കാണാം ഈ രാശി അല്ലടാ, രാശിക്കൊക്കെ വേണ്ടിയിരുന്നല്ലേ. അതായത് നീ കൈ മാറ്റി വെച്ചോ, നല്ല രസം കേട്ടോ. ആ കയ്യിലാണ് ഇരുന്നത്. ആ കൈസ് നോക്കൂ പണി പാളിയാൻ ഇപ്പൊ കേട്ടോ. ആ കൈസ് നോക്കൂ. പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുക്കൻ നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 10-15 ദിവസങ്ങളിൽ ഇറക്കും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് ആ ഒരു കാര്യം അനിശ്ചിതത്തിൽ നിൽക്കുവാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാനും ഇൻഷുറൻസ് എടുക്കണം, എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ SS നെപ്പോളിനെ കുറച്ച് പരിപാടി ചെയ്ത് തീർക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ ടാങ്ക് കണ്ടോ, ഈ ടാങ്കിന് പട്ട വെച്ച് അടിക്കാത്തതുകൊണ്ടല്ലോ ഈ സാധനം ഇങ്ങോട്ട് ഇങ്ങനെ തള്ളി വരും കേട്ടോ. അല്ലേ ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ പട്ട വെച്ച് നേരത്തെ ഇരുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യണം. അതായത് ഇത് കണ്ടോ ഈ കാണുന്ന വെള്ളം ഇതിപ്പോൾ ഫുൾ ടാങ്ക് കേട്ടോ. ഈ വെള്ളം മൊത്തം പഴിച്ചു കൊണ്ടു കേട്ടോ. എന്നെ കഴിച്ചാ പട്ട ഡാലേഗ ഉദർ സ്റ്റെപ്പ് റെഡി കരേഗ. മനസ്സിലായല്ലോ, ദൈവത്തിന് അറിയാം കേട്ടോ. ഓക്കെ നോക്കൂ. അതായത് ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ട്. ഇത് കണ്ടോ ഈ സ്റ്റെപ്പ് കണ്ടോ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞുണ്ടല്ലോ ഇതിന്റെ ഈ സാധനം ഇത് പോയിട്ടോ. ഈ സാധനം ഇവിടുത്തെ ഒരു ക്ലിപ്പ് വിജാഗിരി കണ്ടോ ആടുന്നുണ്ട്. ഇത് കണ്ടോ കണ്ടോ ഇത് വിട്ടുപോയിട്ടോ. അപ്പുറം കൂടെ പോകുന്നു 2 സൈഡ് അല്ലേ. നീ 2 സൈഡും ചെയ്താലേ ശരിയാവുള്ളൂ കേട്ടോ. ഇല്ല അതിന്റെ ഓട്ടോമാറ്റിക്കൽ സാധനം കളഞ്ഞ മാനുവലാക്കിയതാ. ഇതിങ്ങനെ താഴണം.
നമ്മുടെ ഇത് ബിൽഡ് ചെയ്യാൻ പോകട്ടോ, അതെ ബിൽഡ് മെഷീനും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാനും കാര്യങ്ങളുള്ളൂ കേട്ടോ. അതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ വണ്ടികളും എപ്പോഴും പണിത് കുട്ടപ്പനാക്കി വെക്കുന്നതാണ് നല്ലത്. എമർജൻസി ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കൊന്നും പേടിക്കണ്ട കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മുടെ TT നെപ്പോലെയും കിടപ്പുണ്ട്. അതിൻ്റെ വയറിങ്ങിൻ്റെ കാര്യമൊന്നും തീരുമാനമാകത്തോണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും കേട്ടോ. എന്തായാലും നാളെ അറിയാം. ഇനി ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വയറിങ്ങിട്ട് കിട്ടുന്ന സ്ഥലം ഇതൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഞങ്ങളോട് നേരത്തെ പറഞ്ഞാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ നോക്കൂ, ഇനി ഇവൻ്റെ കുറച്ച് പരിപാടിയുണ്ട്. ഇതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റണം. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞാൽ ഈ ബ്രേക്ക് ലൈറ്റ് ഇല്ലേ, ഈ ബ്രേക്ക് ലൈറ്റ് അഴിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, ഈ ഉള്ളില്ലേ, ഉള്ളു മൊത്തം അഴിക്കണം കേട്ടോ. അത് അഴിക്കാത്ത കാര്യങ്ങൾ നടക്കൂല. അതായത് ഈ കാണുന്ന ഭാഗം ഇതെല്ലാം അഴിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കണം കേട്ടോ. എങ്കിൽ ഇതിൻ്റെ അത് പിന്നെ മണവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ പോകത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണമുണ്ട് കേട്ടോ. ഈ കാണുന്ന മഞ്ഞ നിറത്തി കിടക്കുന്നതൊക്കെ എലിമൂത്രമാണ്. ഇത് കണ്ടോ ഈ ഭാഗത്ത് കിടക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ പിന്നെ ഇതിൻ്റെ വേസ്റ്റുകൾ അതുപോലെ സാധനങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് മഞ്ഞ നിറത്തി കിടക്കുന്നിടത്ത് എല്ലായിടത്തും എലിമൂത്രമാണ്. പിന്നെ അതുപോലെ ഭയങ്കര എലിമൂത്രത്തിൻ്റെ മണവും പിന്നെ എലിയുടെ മണവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അഴിക്കാതെ കാര്യങ്ങൾ നടക്കുകയല്ല അല്ലേടാ. പിന്നെ അത്രയും ഭാഗം കൂടെ അഴിച്ചിട്ട് മൊത്തത്തിൽ നമുക്ക് ഊരി എടുത്തിട്ട് പിന്നെ തിരിച്ചു അതായിരിക്കും നല്ലത് അല്ലേ. ഓക്കെ അതായിരിക്കട്ടെ നല്ലത്. പിന്നെ പ്ലാറ്റ്ഫോമിന്റെ കാര്യങ്ങളൊക്കെ നാളെ അഴിച്ച് എല്ലാം പൊളിച്ച് വൃത്തിയാക്കണം. ഇതൊക്കെ ഫുള്ള് അഴിച്ചെടുത്തിട്ട് ഇത് മൊത്തം പൊളിച്ചിട്ട് വേറെ പ്ലാറ്റ്ഫോം ഒട്ടിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. പ്ലാറ്റ്ഫോമിന്റെ ഈ ഷീറ്റ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം. പണിയുണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ബേസ്. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയറിംഗ് കിറ്റ് കൊണ്ടു സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എന്നാ പറയുക, എന്തൊക്കെ പോയി ഇനി എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നിനും കുഴപ്പമില്ല എന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ 5 ടയർ മേടിക്കണം. പിന്നെ ഇതിന് അനുയോജ്യപ്പെട്ട വീലുകൾ അതുപോലെ സംഭവങ്ങളൊക്കെ ഇനി മേടിക്കാണ്ട് പണിയുണ്ട്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാവുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, അതിന് ശേഷം ഈ കാണുന്ന ടാങ്ക് കണ്ടോ, നേരത്തെ പറഞ്ഞ ഈ ടാങ്ക് ഒന്ന് ലെവലാക്കി പട്ടയടിച്ച് റെഡിയാക്കി വെക്കണം. പിന്നെ അതേപോലെ തന്നെ അത് നേരത്തെ പറഞ്ഞ ആ സംഭവം റെഡിയാക്കും കേട്ടോ. അതേ സമയത്ത് തന്നെ നമ്മുടെ വണ്ടിക്ക് അടിക്കേണ്ട റെക്സിൻ്റെ ഡെമോ സാധനമായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടോ. ഇതിലേതാട്ടോ നമുക്ക് പറഞ്ഞേ, ഇതിലേതാ ഏതാ ഇതിപ്പോ കൊണ്ടുവന്നത്? ആ ഞങ്ങൾക്ക് ഏതാ പറഞ്ഞേ? നമുക്ക് അന്ന് കോഫി ബ്രൗൺ പറഞ്ഞത് ഇത് തന്നെയാണ്. അല്ല ഇതാ പുള്ളി പറയുന്നത് ഇത് കോഫി ബ്രൗണാ. നമുക്ക് അഴുക്കൊന്നും പിടിച്ചറിയൂല. ആണോ? ഇതൊക്കെ ആവുമ്പോ ഈ ലൈറ്റ് കളറുകളൊക്കെ അഴുക്ക് പിടിച്ചറിയും. ശരി, നമ്മുടെ വണ്ടിനകത്ത് എപ്പോഴും അതാ നല്ലത്. അത് മതി ചേട്ടാ, ഈ സീറ്റില്ലേ, ഈ സീറ്റ് ഇറക്കുമല്ലോ പുള്ളി. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, അതായത് പുള്ളി ഉണ്ടല്ലോ. പിന്നെ ഈ കളർ ഏതാണ്? ഇതാണ് ഇത് വേണ്ട, ഇതുപോലെ ഇതല്ല അല്ലേ? ഇതായിരിക്കും അടിപൊളി. ഇത് മതി. സൈഡിലെല്ലാം കൊടുക്കണമെങ്കിൽ ഈ കളറും കൂടെ. ഇത് മേടിക്കാം. നമ്മുടെ ബമ്പർ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാം കമ്പനിയുടെ സൈഡിൽ ഓരോ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ നമുക്കിനിയിപ്പം ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണേലും നമ്മൾ പറഞ്ഞ സാധനം വേണം കേട്ടോ. എല്ലാതും ഒരു കാര്യം നടക്കും. അത് സംഘടിപ്പിക്കണം അല്ലേ? അല്ലേ? അത് ഇതേപോലെ അർജന്റുള്ള സാധനം. ഗൈസ് നോക്കൂ, വൈകുന്നേരം ആയിട്ടോ, സംഭവം ഇരുട്ടാറായി. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ വയറിംഗ് കിറ്റാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സമായിട്ട് ഇരിക്കണേ. അത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ ആ നമ്പറിൽ നിങ്ങളൊന്ന് മാക്സിമം കോൺടാക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അതേ സമയത്ത് തന്നെ ഞങ്ങൾ 3 കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം ഇത് കോഫി ബ്രൗൺ, ഇത് കോഫി ബ്രൗൺ കളറാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഐവറി കളർ, ഇത് ഐവറി കളർ. അപ്പൊ 3 കളറാണ് നമ്മൾ നമ്മുടെ ട്രാവലറിന് സീറ്റിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 കളർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കളറേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ വീഡിയോ കാണുന്നവര്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഏതാണോ, ബ്രൗൺ, കോഫി ബ്രൗൺ, വൈറ്റ്, ഐവറി, 3 കളർ, ഇതിൽ ഏതാണോ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ശരിക്കും ആ കളർ നമ്മൾ അടിക്കും അല്ലേ? നോക്കൂ, നാളെ ഞങ്ങള് പിന്നെ അറിയാൻ പറ്റും എന്ന് നമ്മുടെ വയറിംഗ് കിറ്റ് കിട്ടും എന്നുള്ളത്. ഇത് നാട്ടിലെ സംഭവം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നേരത്തെ കിട്ടുമെങ്കിൽ അതൊന്ന് ചെയ്ത് തരണം കേട്ടോ. കാരണം വെച്ചാൽ വണ്ടി പെട്ടെന്ന് ഇറക്കാം. കാരണം വെച്ചാൽ വണ്ടിയുടെ വയറിംഗ് കിട്ടിയിട്ടേ മീറ്റർ ഓണാക്കാൻ പറ്റുള്ളൂ. മീറ്റർ ഓണാക്കിയാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കിട്ടിയാലേ വണ്ടിയുടെ ബാക്കി പേപ്പർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ നോക്കൂ, ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അല്ലേ?